ബുദ്ധിമുട്ട്. കണ്ടില്ല വേണ്ട 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 വന്നില്ല. എല്ലാരും വന്നാ കണ്ണാപ്പി എവിടെ ബ്രോ? കണ്ണാപ്പി ഇല്ല ബ്രോ. കണ്ണാപ്പി നാട് കടത്തി. രണ്ടല്ലേ? പ്രൊഫഷണൽ ആയിരിക്കണോ രണ്ട് ഇമ്പോസ്റ്ററും? ഞാനായിരിക്കണം. രണ്ടോട്ട് ലോബിയിലൊന്നും എത്തിയല്ലേ? ഇവിടെ നിന്നാണ് ഓടുന്നത്. മാപ്പിന്റെ തുടക്കം എങ്ങനെയാണ്? വലിയ അഭിനയിക്കല്ലേ? വലിയ റോളില്ലാതെ കളി അങ്ങോട്ട്. വലിയ ജോലികളൊക്കെ ചോദിക്കും കൊച്ചു പ്രായത്തിൽ. ഓഫീസിൽ ആരാണ്? എന്താണ് പറയാനുള്ളത്? എല്ലാരും ആരാണ് റിപ്പോർട്ട് ചെയ്തത്? ഓഫീസിൽ ബോഡി കണ്ടു, ഞാനാണ് കണ്ടത്. ഓഫീസിൽ അടുത്തായിട്ടാണ് കണ്ടത്. കൂടെ ഞാൻ ഉണ്ടായിരുന്നേ. കൂടെ നീ കണ്ടായിരുന്നോ പാര വെട്ടിയെന്ന്? ഇല്ലില്ല, അതില്ല. ഞാൻ സുനിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തത്? എന്റെ സംശയത്തിൽ ഈ ബിബി എവിടെയായിരുന്നു ഈ റൗണ്ടിൽ? ഞാൻ ലബോറട്ടറിയിൽ നീ എന്തിനായിരുന്നു? ലബോറട്ടറി സാർ കണ്ണ. അതിന് മുമ്പ് എന്തിനായിരുന്നു? ഇല്ല, ഞാൻ തുടങ്ങി ലബോറട്ടറി പോയി. ഈ AFK എന്ന് പറയുന്ന കള്ളത്തിനെ പറയുന്ന പരിപാടി ഗെയിമിൽ അപ്ലൈ ചെയ്തില്ല. വേറെ കള്ളം പറയണം, മനസ്സിലായില്ലേ? സ്റ്റീവ് പറഞ്ഞല്ലേ ഞാൻ ചായ എടുത്ത വെറുതെ എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി. അല്ലെങ്കിൽ പിന്നെ ബാബുഷേനെ പോലെ എനിക്ക് മാപ്പ് അറിയില്ല, അങ്ങനെയൊക്കെ പറയണം. എനിക്കിപ്പോ മാപ്പ് അറിയാം. അല്ല, ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്ത. അല്ല, അങ്ങനെ എപ്പോഴും എക്സാമ്പിൾ അല്ലേ? നിങ്ങളാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബിബി അപ്പൊ ഈ റൗണ്ടിൽ അനങ്ങിയിട്ടില്ല. മൊത്തത്തില് ലബോറട്ടറിയിലകത്ത് AFK ആയിരുന്നു അല്ലേ? അല്ല, ലബോറട്ടറിയിൽ നിന്ന് നേരെ വന്നത് സെക്യൂരിറ്റിയിലേക്ക്. അന്നേരം അവിടെ ചേർക്കണ്ടെന്ന് കണ്ട്. എനിക്കിതിനെ കാണണ്ടാ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എടാ ഞാൻ പറയട്ടെ, റാസി ഞാൻ ക്യാമറ നോക്കുന്ന സമയത്ത് കറണ്ട് പോയിട്ട് വന്ന സമയത്ത് കറണ്ട് ശരിയാക്കിയത് ബാബുവാണ് കറണ്ട് ശരിയാക്കിയത്. പിറകെ അലിയെ ഓടി വരുന്നുണ്ടായിരുന്നു, ഞാനും ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ മൂന്നുപേരുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് നേരെ പോയി ക്യാമറ നോക്കിയപ്പോഴത്തേക്ക് റാസി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻസിലല്ല, ലബോറട്ടറിയുടെ സൈഡിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് താഴേന്ന് മേളിലോട്ട് ഓടി വന്നത് എന്റെ ഓർമ്മയിൽ ബിബിയാണ് താഴേന്ന് മേളിലോട്ട് ഓടി വന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഒരാളോട്? വേണ്ട. ചോദിച്ചോട്ടെ. ഓ മഞ്ഞാണ്ടാ ജോലി.
ഞാൻ സെക്യൂരിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും അവിടെ തീർത്ത് കേട്ടോ. നിന്നെ കൊണ്ടുവന്നാണല്ലേ അത് നിന്നെ ഞാൻ കൊണ്ടുവന്നല്ലേ skip ചെയ്ത്, skip ചെയ്ത്, ഞാൻ- skip ചെയ്ത് ഒരു doubt, ഒരു doubt. ഞാനും ചോദിച്ചോ. ഞാനും കണ്ടുപിടിക്കും ഈ കമ്മ്യൂണിക്കേഷനിലെ ഒരു മിഷൻ ഉണ്ടല്ലോ അതെങ്ങനെ ചെയ്യണം എനിക്ക് മനസ്സിലാവണല്ലോ ഒരു വൈഫൈയുടെ ഇതുള്ളേ ഒരു ഓ, ഓളി ആ സ്ഥലം- കണക്കാണ്. അത് തന്നെ അത് തന്നെ ആ, അത് തന്നെ അതെനിക്ക് അറിഞ്ഞൂടാ, അത് എനിക്ക് ഞാൻ അറിഞ്ഞൂടാ. ഇന്നേ വരെ തീർത്തിട്ടില്ല ആ മിഷൻ അത് പുതിയതായിട്ട് വന്ന സാധനം ഏതാണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട്. ശരി. നല്ല അത് മേലോട്ട് സെക്കൻഡ് 30 സെക്കൻഡ് ആയിട്ട് പോയിട്ട് താഴോട്ടാക്കി പെട്ടല്ലേ പെട്ടല്ലേ പെട്ട അവൻ ടാസ്ക് പറഞ്ഞതായിരുന്നു ടാസ്ക് പറഞ്ഞാൽ Sorry. Udah, Bebe. ഉയ്യോ എന്റെ അമ്മോ ഇതെന്തരിത് എടേ ഞാൻ ഉണ്ണിക്കണ്ണനെ ഇപ്പൊ കണ്ടായിരുന്നു മറ്റേ ഇത് ചെയ്തിട്ട് വന്നപ്പോ വേറെ ആരെയും ഞാൻ കണ്ടേ ഇല്ല നാലെണ്ണം ചത്ത ഞാൻ ഫ്ലഫി ഒപ്പം കയറി വന്നു അവിടെ എന്റെ അണ്ണ അടുത്തുണ്ടായിരുന്നത് അണ്ണ 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 സരക്കണ്ണ ഞാൻ കാര്യം പറയട്ടെ ആലിയെ ഇവനില്ലേ ആരാ ആലിയെ ആരാ അതാരാ അലി അലി വീട് ബ്ലീഡക്സ് താഴെ എന്റെ കൂടെ ഇന്ന് മറ്റേ വെള്ളം കറക്കണ സാധനം ഇല്ലേ അത് അവൻ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ചെയ്യണ്ടായിരുന്നു അപ്പൊ എനിക്ക് വലിയ ഡൗട്ട് അവനെ തോന്നല്ല പിന്നെ സരക്കണ്ണം മണ്ടയ്ക്ക് പോയി ആ സാധനം കപ്പ് ചെയ്തു കേക്ക് അല്ല കപ്പ് കേക്ക് അല്ല കപ്പ് കേക്ക് അല്ല ഇത് ഞാൻ പറയട്ടെ ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ല അപ്പൊ ബിബി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബിബി ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിബി അല്ലെങ്കിൽ റാസി ബ്രോ ആണ് ഇവരാണ് എന്റെ അടുത്ത് നിന്ന് കില്ല് ചെയ്ത് ആണാ കണ്ടോ ഇവ രണ്ടിലും ആരോ ആണ് റാസി ബ്രോ ആണ് കാരണം കപ്പ് കേക്ക് ലൈറ്റ് ശരിയാക്കണ ഞാൻ കണ്ടതാ അല്ലല്ല ഞാൻ പറയട്ടെ ബിബിയുടെ ഫസ്റ്റ് റൗണ്ടിലാണ് ഞാൻ പറയട്ടെ ഫസ്റ്റ് റൗണ്ട് ബിബി ആണെന്ന ആള് കാരണം ഫസ്റ്റ് റൗണ്ടിൽ ബിബി ഓൾറെഡി വന്നിട്ട് മറ്റേ ഓഫീസിന്റെ അവിടെ നിന്ന് കൊന്നിട്ട് മുകളിലോട്ട് കയറി വരുന്നത് ഞാൻ ക്യാമറ കൂടി കണ്ടെന്ന് പറഞ്ഞ ഓർമ്മ ഫസ്റ്റ് കില്ലെടുത്ത ബിബിയാണ് അവൻ AFK ആണെന്ന് അവൻ AFK ആണെന്ന് അവൻ കള്ളൻ കള്ള പട്ടി നീ എവിടെയാണ് AFK നീ എല്ലാരെയും കൊന്ന് നിന്നെ കളിയിലെ കണ്ടിട്ടില്ല നീ കള്ളനാണ്ടാ നീ കളിയിൽ ഫുള്ള് ഒരു ടാസ്കും ചെയ്യാതെ ഓടി നടക്കരുത് നീ ഒരു ടാസ്കും ചെയ്തിട്ടില്ല ഇവനാണ് കള്ളൻ ബിബി പോട്ടെ പുറത്താക്കവരെ അടുത്ത റാസി കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഉറപ്പ് റാസിയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം 4 കില്ല് ഫുള്ള് കള്ളൻ സുനീസ് അസദ ചത്രാവൻ ആത്മാവനിച്ച് തെറി വിളിച്ച്
അയ്യോ അയ്യോ സീനുണ്ട് സരക്കണ്ട, ഞാൻ പറയാവേ. ഞാനും പറയണ്ട, എനിക്കും പറയാനുണ്ട്. എന്നാ പിന്നെ എനിക്കും പറയാനുണ്ട്. എനിക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് ചിലത് പറഞ്ഞ കൊള്ളാന്നുണ്ട്. ഓ ദൈവമേ, ഇത് നോർത്ത് അമേരിക്കൻ സെർവറാ? ഞാൻ കണ്ടു റാസി ഞാൻ കണ്ടു. അവിടെ ഇട്ട് വന്നേക്കണേ. റാസി എടാ കള്ള കൂടാതെ വെട്ടതാവടാ ചതിയാ. നീയും ബാസ് തുടങ്ങി 100% കപ്പ് കേക്ക് റിപ്പോർട്ട് ചെയ്തില്ലേ? അപ്പോഴത്തേക്ക് കപ്പ് കേക്ക് സുരിമാനോട് ഒരുമിച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് കേറി വരുന്നു റാസിയും വേറെ കോമഡി ഉണ്ട്. അവിടെ ബാസിത്ത് ചതിക്കപ്പെട്ടതാ. കാരണം ബാസിത്ത് ഒരു ഡബിൾ കില്ലാണ് ഉദ്ദേശിച്ചത്. റാസി ബ്രോ അത് ചെയ്തില്ല. അല്ല, ഞാനാ കിൽ ചെയ്ത്. ഞാൻ പ്രൊട്ടക്ട് കില്ലെടുത്തില്ല. സരക്കണ്ണ, പ്രൊട്ടക്ട് ചെയ്ത്. ഞാനൊരു രണ്ടാമത്തെ കില്ല് നടന്നില്ല. അവനാരെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ പ്രൊട്ടക്ഷൻ വന്നത്. കില്ല് പോയി. ബുള്ളറ്റ് പൊട്ടറേറ്റ് ചെയ്ത് ബുള്ളറ്റ് പ്രൊട്രാക്ടർ എടുത്തതാ. ഓക്കെ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് റൗണ്ട് ഞാൻ പറഞ്ഞില്ലേ ബിബി ആളെ കില്ല് എടുത്തിട്ട് മേളിട്ട് ഓടിയത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ കള്ളൻ. എന്നിട്ട് ഞാൻ AFK ആയിരുന്നു. AFK കള്ളത്തരം. AFK പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ആണത്. പക്ഷെ ഇതിന്റെ ഇടയിൽ നീ എപ്പോഴേ 4 പേരെ കൊന്നു. ഞാൻ നോക്കുമ്പോ എല്ലാരും ഇല്ലേ വരുന്നത്. എന്റെ ഫ്രണ്ടില് ഞാൻ ടാസ്ക് ചെയ്യുമായിരുന്നു, കണ്ടില്ല. സരക്കണ്ണ, ഞാൻ സ്ക്രീൻഷോട്ട് ഇതൊന്ന് കണ്ടേണ്ണ. എന്റെ ഡയലോഗ് ആണ് കേൾക്കാനുള്ളത് കേട്ടാ. ഡിസ്പ്ലേ കണ്ടോ എന്റെ ഫേസ് ക്യാം ആയിക്കോട്ടെ. എന്നെ കൊല്ലത്തില്ല, എന്നെ കൊല്ലം പേടി. എന്നെ കൊന്നു കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാക്കും ഞാൻ. ആസിബറൊക്കെ നമ്മളെ പയ്യൻ. മോഡറേറ്ററിന്ന് കിണ്ടി കേട്ടോ. അല്ല, എന്നിട്ട് അവിടുന്ന് നേരെ പോയപ്പോ ലുട്ടാപ്പിനറിയാ ബുള്ളു. എന്നിട്ട് അവിടുന്ന് നേരെ വന്നപ്പോ ലുട്ടാപ്പി കയറി വരുന്നുണ്ട്. എന്നെ മുറിക്കാത്തിട്ടാണ് പണിയത്. മുറിക്കാത്തിട്ട് ഞാൻ രണ്ടുപേരോടെ ചത്ത കിടക്കുന്നുണ്ട്. എന്നിട്ട് അതാണ് അപ്പോഴാണ് പട്ടാപ്പകല് നടുറോട്ടിലിട്ട് കൊന്നിട്ട് പോയി. റിയാക്ടർ സെറ്റൊക്കെ ഒരാൾ മലന്ന് അവിടെ കിടക്കുന്നു. കേറ് കോഡ് ചാറ്റിട്ടുണ്ട്. അതെന്താണ് എന്നിട്ട് ചത്തു. ഞാൻ ഇതിട്ടിരിക്കായിരുന്നു. സോറി സ്ക്രീൻ ഇട്ടിരിക്കായിരുന്നു. ഞാൻ മറന്നുപോയി മാറ്റാൻ. ഞാൻ കൊടുത്ത് പ്രൊട്ടക്ട് കൊടുത്തു. എന്നിട്ടും ചത്തു. നമ്മ പയ്യരുന്ന് വെച്ച് കയറ്റിയ ബാക്കിയത് സോറി ഒരു സോറി പറഞ്ഞു കളഞ്ഞേട്ടാ. ബാക്കിൽ ബാക്കി കൂടെ കയറ്റി വായി കൂടെ കമ്പി വെടി വന്ന് കളഞ്ഞ്. വായിന്ന് മറ്റേ 5-6 സൈഡിലൊക്കെ കമ്പൊക്കെ എടുത്ത് കുത്തി കെട്ടി കളഞ്ഞ്. മാപ്പ് മാറ്റാണ് അവിടെ. മാപ്പ് മാറ്റി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇതായിപ്പോടെ. ഈ മാപ്പ് ഇല്ലെങ്കിൽ 12 പേർക്ക് മിനിമം. ഈ 12 പേർക്ക് ഈ മാപ്പ് ഇല്ല. ചുക്രിയക്കാരാ ചുക്രിയാരി എന്തൊരു പേരാടി ഇതൊക്കെ. പറയാതിരിക്കാൻ വയ്യ. നല്ല പേര്. എല്ലാരും ആയി 12 പേരായി. 12 പേരായി. 11 വരെ ഉള്ളായിരുന്നു. 12 പേരായി ഇപ്പൊ. കറക്റ്റാണ്.
ഒരേ കെട്ട പേരിട്ടുണ്ട് ഒരു ചുക്രി അവൻ ലൈവിട്ടിട്ട് കളിക്കട്ടോ കേട്ടാ. നോക്കുന്നൊക്കെ എന്റെ സിംപ്ലിസിറ്റി ഇതാണെന്ന്. ഞാൻ ലൈവിട്ടാണ് കളിച്ചത്, ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഒന്ന് ഞാനല്ലേ ഇവിടെ കട്ട കഴിവറി കളി തുടങ്ങണ രണ്ടുപേരെ കൊണ്ടുപോയി. എടാ ബോഡി എവിടെ നടന്നത്? സുനിയ ഇട്ടിരുന്നത് ഇതാ ഇവിടെ നമ്മളെ മറ്റേ ഡ്രോപ്പ് ഷിപ്പിന്ന് ഇറങ്ങിയ ഉടനെ റൈറ്റ് സൈഡില് ഡബിൾ ഡബിൾ കില്ല. സുനിയ മാത്രമേ കണ്ടോളൂ. ദുനിയെ കണ്ടവരെ കൊന്നു. അല്ലെങ്കിൽ അലി എനിക്കൊരു സസ് ഉണ്ട്. സരക്കണ്ണൊന്നും ഡൗട്ട് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കീട്ടിട്ട് ഞാൻ താഴെ കീട്ടിട്ട് ഞാൻ ആ ടാസ്ക് കഴിഞ്ഞപ്പോ സരക്കണ്ണ മുകളിലോട്ട് വന്നു. എന്റെ പൊന്ന് റാസി നീ മണ്ടനാടാ. എടാ നിന്റെ കൂടെ ഞാൻ കാര്യപ്പെട്ടെ റാസി ഞാൻ പറയട്ടെ പവിൻ ബ്രോ, ഞാൻ ഡ്രോപ്പ് ഷിപ്പിന്റെ ഇവൻ കീ ഇടുന്നതിന്റെ അവിടെ ഒരു വർഷമായിട്ട് ഇരിക്കുന്നു. ബാക്കി എല്ലാരും കീ ഇട്ടിട്ട് പോയിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്നു. പക്ഷെ ഇവനല്ല കൊന്നത് ഇവൻ അവിടെ തന്നെ നിന്നിട്ട് ഓടി ഇറങ്ങി. ഇവനെ താട്ട് ഓടിയുമ്പോഴത്തേക്കാണ് ഇവന്റെ കൂടെ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് റിപ്പോർട്ടായി ബോഡി. എനിക്കൊന്ന് ചോദിക്കണം, ഡ്രോപ്പ് ഷിപ്പിൽ നിന്ന് ഇറങ്ങി റൈറ്റ് സൈഡിലോട്ട് പോയത് ആരൊക്കെ കണ്ടു? റൈറ്റ് സൈഡില് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞൊരു ഉത്തരം പറ. ഈ കീ ആരൊക്കെ ചെയ്തത്? കീടത് ഏത് ഏറ്റവും മേളില് ആര് ചെയ്ത ആരൊക്കെയാണെന്ന് പറഞ്ഞു. ട്രിക്കി എത്ര തക്കിയാണ് ഇട്ടത്? എത്ര തക്കി ഇട്ടത്? റൈറ്റിലെ രണ്ടാമത്തെ കീയല്ലേ നീ ഇട്ടത്? ഓക്കെ. ഡോക്ടർ ഷോട്ട് എത്രാത്തൊക്കെ ഇട്ടത്? ഞാൻ മറ്റേ ഏറ്റവും റൈറ്റിലെ ഫസ്റ്റ് സെക്കൻഡ് കണ്ട്. ബിബി ഏതൊക്കെ ഇട്ടത്? ഫസ്റ്റത്തെ തേർഡ്. റാസി ഏതാണ് ഇട്ടത്? ഞാന് ഫസ്റ്റില് ലാസ്റ്റ് വന്നു. കപ്പ് കേക്ക് ഏതാണ് ഇട്ടത്? ഞാന് ഫസ്റ്റിലെ ഫസ്റ്റ് വൺ. വാളാർപ്പുണ്ട് ഏതാണ് ഇട്ടത്? ഇട്ടില്ല നിനക്കില്ലേ? ടാസ്ക് ഇല്ലേ? ഇല്ല ഉണ്ട്. ഞാൻ റൈറ്റോട്ട് പോയി. ഞാൻ ഇപ്പൊ ലിട്ടാപ്പിയ ഞാനും ഇട്ടില്ല. ഞാൻ നേരെ താഴത്തെ ടാസ്ക് ചെയ്തു. ബാബു ഞാനും ഇട്ടിട്ടില്ല. അപ്പൊ ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. ഈ കണ്ടില്ല ബുൾസൈ ലിട്ടാപ്പി ഒന്ന് ആലോചിച്ച് വെച്ചോ. അല്ല ഒന്ന് ഓർത്ത് വെച്ചു. ഇവന്മാരൊക്കെ ഒന്ന് സൊസൈറ്റി വെച്ചോ. ഇത് ബാബു സേട്ട് കൊന്നിട്ട് ആരോ ഓടി പറഞ്ഞ വേണ്ടിട്ട് സെൽഫ് റിപ്പോർട്ട് ചെയ്തതാണ്. കുഴപ്പമില്ല, പറഞ്ഞതൊരു കുഴപ്പമില്ല. അടുത്ത റൗണ്ടിൽ പറയാം. അല്ല എനിക്കൊന്ന് നോക്കി വെക്കണം. അത് ഒത്തിരി ഉണ്ട്. എടാ ഞാൻ ഒരു കാര്യം വിട്ടുപോയാ. റാസി ഇല്ല കേട്ടാ. റാസി അല്ല എന്നുള്ള കൺഫേം ആണ്. ഞാൻ പറയാൻ വിടുന്നുണ്ട്. വിട്ടുകൊണ്ട് പറഞ്ഞാണ്. ഡെഡ് ബോഡി ആയി കേട്ടോ. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഒരു ഡൗട്ടാണ്. ഈ സാധനം ചെയ്യുന്ന എങ്ങനെയാന്ന് അറിഞ്ഞൂടെ ഈ ടാസ്ക്? അപ്പൊ അത് ബാക്കി ടാസ്ക് പോമേര് ടാസ്ക് നീ കഴിവേറിയാണ്ട് ഞാൻ കഴിവേറെ ടാസ്ക് തരും. മറ്റേതുകൊണ്ടോ പോരാ. കാറ്റാണോ ഞാൻ? അയ്യോ ഫ്ലഫി കള്ളൻ ഫ്ലഫി എന്നെ കൊല്ലാൻ വന്നേ. ഞാൻ ഓടി ജീവനെ കൊണ്ട്. അവിടെ മെഡ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ കണ്ടോണ്ടിരിക്കുക.
ഞാൻ അത് കണ്ടോണ്ടിരിക്കുവാ. നീ താഴെ നീ അപ്പൊ താഴെ നിന്നിട്ട് ഡോറ് തുറന്ന് ഇറങ്ങി പോയ നീ എന്തിനു തിരിച്ച് മുകളിലോട്ട് ഓടി വന്ന അതൊന്ന് പറ. അണ്ണാ അവൻ അവിടെ ബെഡ് ബേല് ലാബ് ഇത് ചെയ്തോണ്ടിരിക്കുന്നു. ഇവന്റെ അടുത്ത് ചോദിച്ചോക്കോ, നീ സ്കാൻ ചെയ്തോണ്ടിരിക്കുവല്ലായിരുന്നാ? ഞാൻ സ്കാൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അണ്ടർ റൈറ്റ് സൈഡിൽ സ്കാൻ ചെയ്യും. അത് നോക്കാനായിട്ട് ഞാൻ അവിടെ അരമണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് നീ താഴത്തെ മറ്റേ ഇത് ഡോറ് തുറന്ന് ഇറങ്ങി പോകാൻ പോയ നീ ഞാൻ അവിടെ വന്ന് നോക്കുന്ന കണ്ടപ്പോ തിരിച്ച് മുകളിലോട്ട് ഓടി വന്ന എന്തിനാണ്? എന്റെ അടുത്തോട്ട് ഓടി വന്ന എന്തിനാണ്? അണ്ണാ അതിന് ശേഷമാണ് ഇവൻ സ്കാൻ ചെയ്തത്. അപ്പൊ നീ വന്ന എന്തിന് വന്നു? നിനക്ക് അപ്പൊ സ്കാൻ ചെയ്താൽ കാണാൻ പറ്റൂല അവിടെ, മനസ്സിലായില്ലേ? എന്റെ പൊന്നണ്ണ അവിടെ ഒരാൾ ഓൾറെഡി ഞാനൊരു കാര്യം പറയുന്നത് കേട്ടോ, ഇതിന്റെ അകത്ത് ഇപ്പൊ നോക്ക്, ഇതിന്റെ അകത്ത് ഇപ്പൊ കറണ്ട് പോയിട്ട് ഇതായിട്ട് ഒന്നും ശരിക്കും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ലുട്ടാപ്പി സ്കാൻ ചെയ്തെന്ന് പറഞ്ഞു നീ അല്ലേ? റാസി അല്ല, ഞാനല്ല. എനിക്ക് ഈ ചുക്രിപ്പുണ്ടച്ചിനൊക്കെ എനിക്ക് ഒരു വിശ്വാസമില്ല. അവൻ കള്ളനാണ്, അവൻ ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബിബി നീ അപ്പർ റിയാക്ടറിന്റെ അല്ലേ മറ്റേ ലെഫ്റ്റ് സൈഡിലെ അവിടുന്ന് നീ അവിടെ എന്ത് ടാസ്ക് നീ ചെയ്തേ? ഫ്യൂവല് ഞാനൊരു സാധനം ക്ലിയർ ചെയ്ത് തരാം. ഞാൻ താഴോട്ട് പോകാൻ നേരത്ത് നമ്മൾ ആ സാധനത്തിന് ഒരു ലിഫ്റ്റ് മാതിരിയല്ലേ മറ്റേ എന്തിനാ എന്നാ ഒരു കാര്യം ചെയ്യും. അടുത്ത റൗണ്ട് തുടങ്ങുമ്പോ ഫ്ലഫി നീ ഇതുവരെ കീയുടെ ടാസ്ക് ചെയ്തിട്ടില്ല. നീ ഇപ്പൊ വന്നിട്ട് നീ കീ ടാസ്ക് നീ മാത്രം ചെയ്യണം, വേറെ ആരും ഒരു ടാസ്കും ചെയ്യല്ലേ. ഓക്കെ, നീ മാത്രം ചെയ്യുമ്പോ ടാസ്കിന്റെ ലെവലിൽ കൂടുന്നല്ലേ ഞാൻ നോക്കുമ്പോ സ്കിപ്പ് അടി. ഇല്ല ചെയ്യണം ബാക്കി ആരും ചെയ്യല്ലേ, നീ മാത്രം ചെയ്യണം. ആരും ഒരു ടാസ്കും ചെയ്യല്ലേ. ചെയ്തില്ലെങ്കിൽ വന്ന് എമർജൻസി വിളിച്ചിട്ട് അതത്രേ ഉള്ളു. വേറെ ആരും ചെയ്യല്ലേ, വേറെ ആരും ഒന്നും ചെയ്യല്ലേ, ഡെഡ് ബോഡികളൊന്നും ചെയ്യല്ലേ. ആത്മാക്കൾ വേറെ എല്ലാരും അവിടെ നിക്കണേ. മീറ്റിംഗ് ആയിരുന്നു. വാ എല്ലാരും വാ. ആരും ഒരു ടാസ്ക് ചെയ്യല്ലേ, എല്ലാരും വാ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ. വെള്ളോട്ട് വാ. വെള്ളത്തെ ഇനി എന്ത് ചെയ്യാനുള്ളത്? മറ്റേ അവരങ്ങ് ഇതാക്കി കൊടുക്കാൻ ഞാൻ കൊല്ലാൻ വന്നല്ല. ഞാൻ ഈ ലുട്ടാപ്പി അവിടെ ഇരുന്ന് സ്കാൻ ചെയ്യണം, ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നീ താഴോട്ട് ഡോറ് തുറന്ന് ഇത്ര കഷ്ടപ്പെട്ട് പോകാൻ പോടെ നീ എന്നെ കണ്ട് തിരിച്ച് ഓടി വരുന്നുണ്ടപ്പോ എനിക്ക് മുട്ട ഡൗട്ട് അടിച്ചു. മനസ്സിലായി? ഏതാന്ന് പറഞ്ഞ അവിടെ ഇരിക്കണേ, ഞാൻ അതിന് കണ്ട പോലും ഇല്ല. ഞാൻ ആ ടൈമില് ഞാൻ താക്കോലിട്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ, സോറി മൈ ബാഡ്. ആ കുത്തലോടുകൂടി ആ കഴിയെ നിങ്ങൾ തീർന്നു കിട്ടി. ബിബി ചത്തല്ല. അല്ല ഇത് കോമൺ ടാസ്ക് ആണോ? അപ്പൊ നീ ചെയ്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഞാൻ അല്ല അതുകൊണ്ടല്ല അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അത് നീ എനിക്ക് ഓൾറെഡി ഡൗട്ട് അടിച്ചപ്പോഴത്തേക്ക് നീ കീയുടെ ടാസ്ക് ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ. നിനക്ക് വേണേ ചെയ്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ചുമ്മാ ഇട്ടൊക്കെയാണ്, നീ അങ്ങനെ പറയാതാണ് വിചാരിച്ചത്. നീ ചെയ്തില്ല എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കാന്ന് പറഞ്ഞത്. അതാ നീ അത് ചെയ്ത് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയാണ്. നീ എന്ത് പറയാന്ന് അറിയാൻ വേണ്ടിട്ട് അറിയാം, മനസ്സിലായില്ലേ? നീ ഡിഫെൻഡ് ചെയ്ത് വെച്ച് പൊക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടു. പക്ഷെ നീ പിന്നെ കറക്റ്റ് വരാന്ന് പറഞ്ഞു, അതാണ് ഞാൻ കൊണ്ടുപോയത്. ഞാൻ ഇത് ചെയ്തെന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ സ്കിപ്പ് കൊടുക്കാൻ പോണു. ഇപ്പൊ അവനെ സ്കിപ്പ് കൊടുത്ത് വെളി വിട്ടേനെ വെറുതെ. ഒരാള് സ്കിപ്പ് കൊടുത്ത് എന്നാ ഇങ്ങനെ കളിക്കല്ലേ പ്ലീസ്. അപ്പൊ സോ എന്റെ പൊന്നു ബ്രോ, ഒരു റൗണ്ട് നമ്മള് കുറെ നാളായിട്ട് കളിക്കുന്നതാണ്. ഇതൊരു ഫണ്ടായിട്ട് കളിക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യും. അതിന് ബ്രോ എന്നിട്ട് കളി പഠിപ്പിക്കാതെ നീ വേണേ കട്ടായിറ പടറങ്ങി ലൈവിന്ന്. ഇന്റർനാഷണൽ ലെവലിലോട്ടൊക്കെ മറ്റേ ഇന്റർനാഷണൽ ലെവലിൽ നമ്മളിങ്ങനെയൊക്കെ കളിച്ചോളാം, കുഴപ്പമില്ല. ഇവിടെ കളിക്കുന്നവർക്ക് കുഴപ്പമില്ല. ഭൂതങ്ങൾക്കും ടാസ്ക് ചെയ്യാം.
ഒരു മിനിറ്റ് ആരോ ടാർഗറ്റ് അവസാനമായിട്ട് ബോഡി എവിടാണ്? ഒരു മിനിറ്റ് അവസാനമായിട്ട് ലുട്ടാപ്പിയാണ് സരക്കന്റെ കൂടെ പോയത് ലബോറട്ടറിന്ന്. ആ സരക്കടന്നെ ഞാൻ അവിടെ നിന്ന് ഓടി വന്നായിരുന്നു. അപ്പത്തേക്കും വേറെ ആൾ അങ്ങോട്ട് പോണത് ഞാൻ കണ്ടായിരുന്നു. ബോഡി എവിടെയായിരുന്നു? ബോഡി എവിടെ? ബോഡി അവിടെ കിടന്നേ. ലബോറട്ടറിയുടെ വെളിയില് എന്നാ കപ്പ് കേക്ക് സേഫ് ആണ്. കപ്പ് കേക്ക് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ റാസി സേഫാ. ഇല്ല ഞാൻ പറയട്ടെ, ചുക്രീനെ കണ്ടു. ചുക്രിയാണ് ഇവിടെ കൂടെ നടക്കുവാണ്. നിങ്ങോട്ടാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ലുട്ടാപ്പി അതിന്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ലുട്ടാപ്പി ഉറപ്പായിട്ട് ഇത് കാണേണ്ടതാണ്. ആരാ കില്ല് കാണുന്നത്? ഇല്ല ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് നേരെ ഓടിപ്പോണ കാരണം ഈ ഫ്ലഫി അവന്റെ കൂടാണ് കറങ്ങി നടന്നത്. ലുട്ടാപ്പി അപ്പൊ എന്നിട്ട് ഒരു മിനിറ്റ് ലുട്ടാപ്പി അപ്പൊ ലാബറട്ടറിയിൽ നിന്ന് ഇറങ്ങിട്ട് എങ്ങോട്ടാ പോയതപ്പോ? ഒരു മിനിറ്റ് മാപ്പ് കിട്ടെ. 5 ടാസ്ക് പറഞ്ഞു നീ ചെയ്തൊരു 5 ടാസ്ക്. ഞാൻ കീ ഇട്ട് സ്കാൻ ചെയ്ത് മറ്റേ 1 2 3 4 മെഡ്ബേ പോയി അടിച്ചു ഞാൻ. പിന്നെ ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എത്ര നേരത്തിനിടയില് അല്ലല്ല എന്നെ വട്ടം കറങ്ങി കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു. ആ റോക്കറ്റിന്റെ അടിയിലുണ്ടായിരുന്നു. അവിടെ ലബോറട്ടറിയിൽ ഞാൻ ടാസ്ക് ചെയ്ത്. ലബോറട്ടറിയില് മെഡ്ബേ ഉണ്ട്. ലബോറട്ടറി അങ്ങേ അറ്റത്ത് മെഡ്ബേ ഉണ്ട്. ഇല്ല മെഡ്ബേ ചെയ്തിട്ടില്ല. സരക്കണ്ണാണ് മെഡ്ബേ ചെയ്ത് ഇറങ്ങി വന്നത്. ഞാൻ കണ്ടതാ. ഞാൻ മെഡ്ബേ ചെയ്യുന്നത് ഫ്ലഫി കണ്ടേന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ നീയാണ് അവന്റെ വാക്കോടുള്ളവൻ. ബണ്ടനാടാ നീ, ബണ്ടനാടാ. ഉടനെ പറയണ്ട ഞാൻ ചെയ്തത് ഇമ്പോസിബിൾ പൊട്ടൻ. വേറെ ആരെയും പറഞ്ഞില്ലേ സാക്ഷി പറയാനായിട്ട്? ഓൾറെഡി എടുത്ത് വെളിക്കളഞ്ഞവരാണ് സാക്ഷിയായിട്ട് പറഞ്ഞേക്കുന്നത്. എന്താ പറയാ? എനിക്കറിയായിരുന്നു ചെയ്തായിരുന്നു. അവൻ തന്നെ പറഞ്ഞു എന്നെ കൊന്ന ശേഷാണോ ജാതി? എന്തിനു നോക്കിയിരിക്കണ നീ? സ്വയം വോട്ടിട്ട് പുറത്താടാ. ഞാൻ കണ്ടതാണ്. ഞാൻ ആ ടെലസ്കോപ്പിന് മുന്നേ എന്റെ ഫ്രണ്ടിൽ കൂടി എന്നെ കൂടെ വന്നിട്ട് ഓടിയതാണ് കള്ളൻ. ഞാൻ ഫ്ലഫി കണ്ടതാണ്. മറ്റേ ഒന്ന് കളയാവോ? അത് ഒരു വിസിബിൾ എടാ. അത് ഞാൻ ഇപ്പൊ ചോദിച്ചത് ഒരു രസത്തിന് ചോദിച്ചെന്നുള്ള, അല്ലാതെ ഞാൻ എപ്പോഴെങ്കിലും നമ്മൾ ഇല്ല. അതിപ്പോ അത് ഫേക്ക് ചെയ്യാൻ പറ്റുമല്ലോടാ. അത് ഫേക്ക് ടാസ്ക് ചെയ്യാമല്ലോ. അത് പറ്റുമല്ലോ. ഇത്ര നാൾ അങ്ങനെ കളിച്ചത്. അത് ഇതിപ്പോ നിന്നെ കൊടുക്കാനായിട്ട് വെറുതെ നമ്പർ ഇട്ട് നോക്കിയതാണ്. നീ അതിന് വീട് അത്രേ ഉള്ളൂ. നീ കീ ചെയ്തെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ കീ ചെയ്തെന്ന് പറഞ്ഞാൽ മതി. നീ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. ഇവിടെ പലരും പല കീ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കീ പറഞ്ഞാൽ മതിയായിരുന്നു. ഏതെങ്കിലും കീ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ വെച്ചപ്പോൾ നീ ചെയ്തെന്ന് പറഞ്ഞാലും മതിയായിരുന്നു. എനിക്കത് അറിയാൻ ഓർമ്മ പോലും ഇല്ലായിരുന്നു. നീ ചെയ്തില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിൽ കഴിഞ്ഞിട്ട് നീ അത് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. സ്റ്റാർട്ട് ചെയ്യണേ. അയ്യോ കറക്റ്റ് പോയാലേ. ഈ അമ്മിണി പശു ആര്? ഉണ്ടച്ചീതുവരെ ഇട്ടൂടായിരുന്നു. പിന്നെ ആ പേര് പണ്ടേ ഞാൻ ഇട്ടത് പറ്റതല്ല. കൊറേ കാലിട്ടാ പേര് ആവല്ലേ നീ?
ബോഡി എവിടെയാണ്? ഒരു minute, ഒരു minute. അവനെ കൊന്നപ്പോ ബാക്കിയുള്ള ആരാണ് കേട്ടാ? ഈ അമ്മിണി പശു ഈ അമ്മിണി പശു ആണ് അവിടുന്ന് ഇറങ്ങി വന്നത് ഞാൻ കണ്ടത്. അല്ലല്ല ഞാൻ അവിടുന്നല്ല, ഞാൻ മുകളിൽ നിന്ന് വന്നു. നീ ഇപ്പൊ എവിടുന്നായിരുന്നു വന്നേ? ഉണ്ടായിരുന്നു. അല്ലല്ല അല്ല അലീനെ എന്തൊരു ടാസ്ക് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഡ്രോപ്പ് ഷിപ്പിംഗ് താഴെ ഞാൻ മറ്റേ ഡ്രോപ്പ് ചെയ്ത് താഴോട്ട് വരുമ്പത്തേക്ക് ഒരു വഴി കണ്ടുപിടിച്ച് ഒരു അത് ചെയ്ത് കമ്മ്യൂണിക്കേഷന്റെ ഉള്ളിൽ അലീനെ കൊറേ നേരം അനങ്ങാണ്ടെന്ന് എന്താ? ഞാൻ ടാസ്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നെ പവിൻ ബ്രോ കണ്ടതാണ്. വിഷ്ണു നീ ആ ഓക്സിജൻ നിറയ്ക്കുന്ന റൂമിൽ നിന്നല്ല ഇപ്പൊ ഇറങ്ങി വന്നേ? അല്ല, ഞാൻ മുകളിൽ പിന്നെ നിന്റെ അതേ വേഷത്തിൽ ആരെങ്കിലും ഇറങ്ങി വരുമോ? ഞാൻ കണ്ടതാണല്ലോ. ബോയിലർ റൂമിലുണ്ട് ഞാൻ. ബോഡി കിടന്നത് അത് പറഞ്ഞത് മനസ്സിലായി. ഇല്ല, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. ഞാൻ പറയട്ടെ, ബോഡി കിടന്ന എവിടെയായിരുന്നു? ബോയിലർ റൂമിന്റെ മേളില്. ഓക്സിജൻ നിറയ്ക്കുന്ന റൂമില്ലേ? ഇറങ്ങി വന്നത് ഓട്ടോന്റെ താഴെ. ഞാൻ ആരൊക്കെ കണ്ടെന്ന് പറയാം. അവിടെ ഞാൻ ഈ ചുക്രിയില്ലേ, ചുക്രിയാ ഞാൻ നോക്കുമ്പോഴത്തേക്ക് മറ്റേ ഇതടിച്ച ഓർമ്മണ്ട? ചുക്രിയില്ലേ, ചുക്രി ഞാൻ പറയട്ടെ ചുക്രി ഇത് നടക്ക്. സുനി, നമ്മള് ഇത് ഓർമ്മണ്ടാടാ, മറ്റേ സാബോട്ടേജ് സൗണ്ട് കേൾക്കുമ്പോ നമ്മള് CCTV അവിടെ നിൽക്കില്ലായിരുന്നു? നീ അപ്പോഴത്തേക്ക് നേരെ മുകളിലോട്ട് ഓടി. നീ ഓടിയ സമയത്ത് ഞാൻ മറ്റേ വയറിന്റെ ടാസ്ക് ചെയ്തിട്ട് അവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിച്ചോടാൻ നേരത്തെ ചുക്രി അടിയെന്നാണ് മുകളിലോട്ട് വന്നത്. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ചുക്രി പയ്യെ കൈ വെച്ചങ്ങ് അഭിനയിച്ചങ്ങ് നിന്നേ. മനസ്സിലായില്ലേ? നൈസ് കേട്ടോ, നൈസ് ക്വാളിറ്റി. ഞാൻ പറഞ്ഞ ഞാൻ മേലോട്ട് ഓടിയപ്പോ അവിടെ ഈ വാളയർപ്പ് ഉണ്ടായിരുന്നു, വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആരോ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു മേലോട്ട് വന്നത്. അപ്പോഴാണ് ഞാൻ മേലോട്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്നെ അത് ഞാൻ കണ്ടില്ല. എനിക്ക് അവന്റെ കളർ അടുത്ത റൗണ്ട് പിടിക്കാം. അമ്മടി പശു അല്ലെങ്കിൽ ചുക്രി അവരില് ചാൻസ് ഉള്ളത്. അപ്പൊ ഓക്കെ, അത് നോക്കി വെച്ചാൽ മതി. ഞാൻ അലിയനെ കണ്ടിരി. അത് എന്നെ പറയുന്നത് അഭിനയിക്കല്ലേ അമ്മടി പശു. നിന്റെ ഞാൻ കണ്ടതാ, വെറുതെ എന്നെ കൊണ്ട് പറയിക്കല്ലേ. ആരും അതൊന്ന് എക്കോ അടിക്കുന്നുണ്ട് നല്ല രീതിയില്.
ഞാൻ മീറ്റിങ്ങിന് ഇമ്പോസ്റ്റർ പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഡിലേ. എന്താ സുനി? എനിക്കൊരു ഡൗട്ട്. ബോഡിയല്ല ഈ ഡ്രോപ്പ് ഷിപ്പിന്റെ രണ്ട് സൈഡിലുള്ള മറ്റേ രണ്ടുപേര് കൈ വെക്കേണ്ട ടാസ്ക് ഇല്ലേ ഇത് വരുമ്പോ സപ്പോർട്ട് ചെയ്ത് വരുമ്പോ അത് ഒരാൾക്ക് വെക്കാൻ പറ്റുമോ? അത് രണ്ട് സൈഡിൽ സെപ്പറേറ്റ് ചെയ്യണം. അത് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. അല്ല, ഒരാൾ ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പുറത്തെ ആളും പിടിക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഡോക്ടർ ഫ്ലോട്ട് തീർത്തിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്റെ മണ്ടേന്ന്. ചെയ്യാനേ പറ്റൂ. ഒരു സൈഡിൽ ഒരാൾ മതി, ഒരു സൈഡിൽ ഒരാൾ കൈ വെച്ചാൽ മതി. ഒരു സൈഡ് മതിയല്ലോ. അതെനിക്കൊരു ഡൗട്ട്. അണ്ണ ഇത് ഭയങ്കര ലോങ്. അമ്മിണി പശു പേടിച്ചു. കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് നോക്കാം എന്തായാലും സ്കിപ്പ് ചെയ്ത്. എനിക്ക് അലിയെ ഡൗട്ട് ഉണ്ട് കേട്ടോ. അലിയെ രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞതല്ലേ. ശരകണ ഈ അലിയില്ലേ കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ സ്റ്റോറേജിൽ പോയി. ഇവൻ കൊറേ ഫേക്ക് ടാസ്ക് ചെയ്യുന്നവരെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞേക്ക്, ഇവൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റോറേജിൽ വിട്ടുപോയി. ഞാൻ താഴെ നടന്ന് ബോയിലർ റൂമിൽ വന്നപ്പോ ഇവ അവിടെ നിൽക്കുന്നു. ബാബുഷേട്ട് ഞാൻ സ്റ്റോറേജ് റൂമിലോട്ടല്ല പോയെ, താഴെ ബോയിലർ റൂമിലോട്ടാ പോയെ. ഒരു വർഷം നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ബോയിലർ എന്റെ ഫ്രണ്ടിൽ നിന്നല്ലേ നീ പോയത്. എന്തായാലും കുഴപ്പമില്ല, സ്കിപ്പ് അടി. നോക്കാം, അടുത്ത റൗണ്ട് നോക്കാം. എനിക്ക് രണ്ടെണ്ണം. നീ സസ്സല്ലേടാ? ആദ്യേ ഞാൻ പറഞ്ഞതാ ആരോ ആണ്. ഒരു സെക്കൻഡ്, എന്നാരിപ്പോ കൊല്ലല്ലേ? ഞാൻ ഫുഡ് ഓർഡർ ചെയ്തോട്ടെ. അല്ലെ കട അങ്ങനെ പറഞ്ഞോണ്ട് അല്ലല്ല, ഈ റൗണ്ട് തന്നെ കൊല്ലരുത്. അത്ര തപ്പി നടക്കണുണ്ട് കേട്ടോ. സത്യം എല്ലാരും തപ്പി നടക്കുന്നത്. ഇവിടെ സർക്കണ്ട ഇവിടെ നിൽക്കെ. രാജ ഇത് എവിടെ കിടക്കണം?
സുനി അവിടെ നിന്ന് ഇറങ്ങി മോളോട്ട് പറഞ്ഞത് ഞാൻ കണ്ടതാണ്. സുനി അവിടെ നിന്ന് ഇറങ്ങി മോളോട്ട് പറഞ്ഞത് എവിടാന്ന് പറ ഓഫീസ് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അഡ്മിൻ നിൽപ്പുണ്ട് കേട്ടോ. ഓഫീസിലോട്ട് ഒരു 3-4 പേര് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയ സമയത്ത് തിരിച്ചോടി വന്നത് സുനി മാത്രമാണ്. ഞാൻ നിന്നെ കണ്ട്, പക്ഷെ ഞാൻ വന്നത് വെപ്പൺസിന്റെ താഴെ സൈഡ്. അത് ഓഫീസ് തമ്മിൽ എന്ത് കണക്ഷൻ? ആ അവിടുന്നാണ് ഞാൻ നീ അവിടുത്തെ ലോവർ ഡീകണ്ടാമിനേഷനിൽ നിന്ന് വന്ന അഡ്മിനി കയറി ഓഫീസിൽ കൂടെ പുറത്തോട്ട് പോയെന്ന് ആണ് ഞാൻ വിചാരിച്ചത്. അല്ല ഞാൻ നേരെ അവിടുന്ന് അഡ്മിൻ റൂം വഴി വെപ്പൺസിലോട്ട് ഇറങ്ങി കയറിയിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. ഇത് റിപ്പോർട്ട് ചെയ്ത ആരാണ്? അയ്യോ കണ്ടത് എവിടെന്നാ പറഞ്ഞേ? ഞാൻ പറയാം. ഞാൻ കണ്ടത് കമ്മ്യൂണിക്കേഷന് നേരെ ഓഫീസിലോട്ട് പോണ വഴിക്കാണ്. ടെൻഷൻ ആവില്ല, അവൻ പറഞ്ഞോട്ടെ. സ്റ്റോറേജും കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ കൂടെ ഞാൻ നേരെ ഓഫീസിലോട്ട് മറ്റേ ടാസ്ക് ചെയ്യാൻ പോണ വഴിയിൽ സുനിമോനെ ഞാൻ കണ്ടതാണ്. അപ്പൊ സുനിമോൻ എവിടെയായിരുന്നു ആ സമയത്ത്? ഞാൻ കണ്ട വഴി എന്ന് പറഞ്ഞ വഴി. പക്ഷെ നീ അഭിനയിക്കണം എന്തിനാ? നീ എന്തിനാ ഇങ്ങനെ നിന്നെ ആരും എന്തോ ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു എന്ത് പറ്റി? നീ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ ആവുന്നു, പാനിക് ആവുന്നു. എല്ലാവർക്കും ഫീൽ ചെയ്തത്? എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ സുനിമോന്റെ പുറകെ പോയതാണ്. സ്പെസിഫിക് റൂം ചെയ്തത് മറ്റേ നമ്പർ അടിക്കണത് 1, 2 മറ്റേ ഡയമണ്ട്, തലയോട്ടി, ഇല, മറ്റേ കുഴിക്കകത്ത് വെക്കണത്. ഇതിൽ ആർക്കൊക്കെയാണ് സുനിമോൻ ടെൻഷൻ അടിച്ച് സംസാരിച്ച പോലെ ഫീൽ ചെയ്തു? അങ്ങനെ ചെയ്യല്ലേ അല്ലല്ല അവൻ ക്രൂമേറ്റ് ആണ്. സുനിമോനെ ആർക്കൊക്കെ ഡൗട്ട് ഉണ്ടാന്നാണ് ചോദിക്കുന്നത്. ചുമ്മാ അങ്ങനെ ചെയ്യില്ലേ? അത് അവൻ ക്രൂമേറ്റ് ആണ്. അവൻ ടാസ്ക് ചെയ്യുന്ന കണ്ടതാ. ആര് കണ്ട്? ഞാൻ കണ്ടതാ. അവൻ ടാസ്ക് ഞാനാ ഫ്രോഡ്. ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കാനാണ്. സുനിമോനെ ഇവിടെ ആരെയും സംശയിച്ചുകൂടാന്നല്ല. എന്നെ സംശയിക്കാം, നിന്നെ സംശയിക്കാം. സംശയിച്ചുകൂടാന്നുണ്ട്. ഒരാൾ കണ്ടു പറയുമ്പോ എന്തുകൊണ്ട് സംശയം? കഴിഞ്ഞ റൗണ്ട് കഴിച്ചു. നിന്റെ ഇളകാണല്ലോ കഴിഞ്ഞ് കളിയാണത്. ഇനി മുന്നേ അണ്ണാ ഞാൻ ട്രൈ ചെയ്ത് കേട്ടാ, രക്ഷിക്കാൻ പറ്റിയില്ല. ഇൻവെസ്റ്റിഗേഷൻ നിന്നു. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡൗൺ ആയി. കമ്മ്യൂണിക്കേഷന്റെ താഴെ പേര് മാറി. കമ്മ്യൂണിക്കേഷന്റെ താഴെ ഓഫീസിലോട്ടുള്ള വഴിയില് ഇപ്പൊ പവിൻ ബ്രോയും ബിബി കൂടെ താഴോട്ട് പോയില്ലേ ആ വഴിയില്? ഞങ്ങള് താഴോട്ട് പോയെന്നാ? ഞങ്ങള് ലാബോറട്ടറിന്റെ അടുത്താ ഓഫീസിന്റെ മുകളിൽ. ബിബിന്റെ അവിടുന്നല്ലേ പോയത്? ഇപ്പൊ ഓഫീസിന്റെ അടുത്താ പോയെ. ഓഫീസിൽ നിന്നാ പോയെ. ഇല്ല, ഒരു മിനിറ്റ് ഇവിടെ വിളിക്കാം. ഇപ്പൊ ഞാനതേ മിണ്ടാത്ത പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാ കൊന്നതെന്ന് എല്ലാരും എന്നെ സംശയിക്കും. അതാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ ബോയിലർ റൂമിന്റെ നീ എവിടെയായിരുന്നു? ഇത് ക്യാം നോക്കുന്നു. എന്നിട്ട് നീ ഇത് കണ്ടില്ലേ? അവിടെ സെക്യൂരിറ്റി ക്യാം ഉണ്ടല്ലോ. ലൈറ്റ് കത്തിയില്ല. പൈമ്പർ നമ്മള് ലബോറട്ടറിയിലേക്ക് പോകുമ്പോ ലൈറ്റ് കത്തിയിട്ടില്ല ക്യാമറന്റെ. എടാ ഞാൻ നോക്കിന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ആടെ ഇല്ലെന്നേ പറ്റൂ. നീ പിന്നെ അവിടെ എന്തിനു ടാസ്ക്? ഞാൻ ഡ്രോപ്പ് ഷിപ്പിന്റെ അടുക്ക ആടെ നിന്നിട്ട് കൊറേ നേരം നിന്നു. ടാസ്ക് കഴിഞ്ഞു, ഇനി പണിയില്ല. ഞാൻ പറഞ്ഞ ലാബില്
ലാബില് മറ്റേ സ്കോപ്പ് വെച്ചിട്ട് നോക്കുന്നത് ഒന്ന്, പിന്നെ സ്റ്റോറേജിനുള്ളിൽ ഫ്യൂൽ ഇറക്കുന്നത്, പിന്നെ ചെയ്തത് ഒന്ന് ഒരു ചോദ്യം സ്റ്റോറേജ് ഒന്ന് ഫ്യൂൽ അടിച്ചിട്ട് എടുത്തേക്ക് ഇതാക്കിയേ ഫ്യൂല് ഡ്രോപ്പ് ഷിപ്പ് എവിടെ ഫില്ല് ചെയ്തേ? സൈഡില് വിഷ്ണു ചെങ്ങായി അവിടെ ഫ്യൂൽ ഇല്ല. ചാറ്റില് പറയുന്നത് സെൻട്രൽ ബാബു ഇൻവെസ്റ്റിഗേഷൻ സെൻട്രൽ ട്രിക്കി മതി നീ കളി, നീ ഇവിടെ വലിയ എന്താ തീർന്നേ? വല അടിച്ചെന്ന് കുറച്ചേ ഉള്ളത്, അത് പിന്നെ അടിക്കാം. മ്യൂട്ട് ചെയ്തേടാ, കഷ്ടപ്പെടുവരുത് കളിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടത് ലബോറട്ടറിയുടെ മറ്റേ ഡോർ അടക്കണയാണ്. ചുക്രിയാണ്. ചുക്രി കൊന്നിട്ട് എന്റെ ഫ്രണ്ടിൽ നിന്ന് ആ ഡോർ തുറന്നു പോണ ഞാൻ കണ്ടതാണ്. ചുക്രി ആയിരുന്നു അതിന്റെ അകത്ത് നിന്നത്. ചുക്രി പക്ഷെ റിപ്പോർട്ട് അടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചുക്രി അല്ലെങ്കിൽ ട്രിക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ കേക്കില്ലേ? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അങ്ങനെ ട്രിക്കി എന്തുകൊണ്ട് ആ ഡോറിനകത്ത് നിന്നപ്പോ അവന് റിപ്പോർട്ട് അടിച്ചില്ല? കപ്പിക്കിന് റിപ്പോർട്ട് അടിച്ചില്ല. ഞാൻ കണ്ടില്ല. അവരേക്കല്ല ട്രിക്കി, അവരേക്കല്ല തൊട്ടപ്പുറത്ത്. സത്യമായിട്ട് കണ്ടില്ല. കണ്ടെങ്കിൽ കാര്യം പറയട്ടെ. സെക്യൂരിറ്റി റൂമില് ഞാൻ അവിടെ ഇല്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഇത് ട്രിക്കിയുടെ അഭിനയാണ്. സത്യം ട്രിക്കി അതിന്റെ അകത്ത് പെട്ട് കിടക്കായിരുന്നു. നീ കൊന്നിട്ട് ഇത് അടിച്ചിട്ട് എന്റെ പേര് പറയാം. അല്ലല്ല, ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. റാസി ബ്രോ എവിടെയായിരുന്നു? ഞാന് മറ്റേ സെക്യൂരിറ്റിയിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ റാസി ബ്രോ എവിടെയായിരുന്നു? ഞാന് സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്നു. സാബോട്ടേജ് ആയപ്പോ ഞാൻ പോയിട്ട് അവിടെ കൈ പിടിച്ചിട്ട് എന്നിട്ട് വരുമ്പോഴേക്ക് ഞാൻ ഡോക്ടർ ഫ്ലോട്ടിനെ ബിബിനെ കണ്ട്. അലിയ എവിടെയായിരുന്നു? അലിയെ നേരെ താഴെ പോയിക്കൊണ്ട് അഡ്മിന്റെ ഉള്ളിൽ ഞാനും അലിയെ ഇപ്പോ അഡ്മിന്റെ അകത്തോട്ട് കയറുമായിരുന്നു. അവിടെ മെയിൻ എൻട്രൻസ് ഞാൻ ട്രിക്കിക്കാണ് വോട്ടത്. ഞാൻ കണ്ണി കണ്ടതാണ്. ട്രിക്കി അവനെ റിപ്പോർട്ട് അടിച്ചിട്ടില്ല. ആ റൂമിന്റെ അകത്ത് പെട്ട് കിടക്കായിരുന്നു. എന്നെ വിശ്വസിക്കണം ഇല്ലേ? നമ്മളെല്ലാരും ട്രിക്കിയാണ്. കൺഫേം ട്രിക്കിയാണ്. ഞാൻ ഒരാളാണെങ്കിൽ ഇത്രയും പേരെ കൊല്ലേ ഞാനും തിരിച്ചു സൂപ്പർമാനാണ്. ലബോറട്ടറി സ്പെഷ്യൽ റൂമിലോട്ട് പോണ വഴിയില് മറ്റേ ആ ഒരു ലോക്കായി കിടക്കണ റൂമില്ലേ, അതിന്റെ അകത്ത് ട്രിക്കിയും കപ്പിയൊക്കെ ഞാനിവിടെ അഡ്മിൻ റൂമിന്റെ അവിടെ അങ്ങോട്ട് പോകുന്നേ ഉള്ളു. അതിനിടയ്ക്ക് എങ്ങനെ വിട്ടുതരുന്നേ? ഒരു മിനിറ്റ്, ഇത് ഒന്നെങ്കിൽ ട്രിക്കി ഇല്ലെങ്കിൽ സെൽഫ്. ഇത് ട്രിക്കി ഇത് കൺഫേം ട്രിക്കിയാണ്. ഇത് ട്രിക്കി ഞാൻ ടാസ്ക് ചെയ്യണ കുറെ പേര്.
കളി കഴിഞ്ഞ് പോട്ടെ ട്രിക്കി ഊപ്പി ട്രിക്കി കൊന്നിട്ടേ ട്രിക്കിനെ കഥ തുറക്കാൻ പറ്റുന്നില്ല. ട്രിക്കി അവിടെ നിന്ന് വിളിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കൊറേ നേരം കൊണ്ട് ഇരിക്കണത് ഇമോഷണൽ ആവുന്നുണ്ടോ? എടാ നിന്നെ ആരൊക്കെ കുറ്റം പറയും നോക്കാനുള്ള ഒരു നമ്പർ